എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ പ്രധാനമായിട്ട് പറയാനുള്ളത് ഒരു പെയിൻറ്റിങ്ങിൻ്റെ എക്സ്പ്രഷൻ അല്ലെങ്കിൽ അതിൻ്റെ തീവ്രത, ആ ചെയ്യുന്ന ജോലിയുടെ തീവ്രത എത്രമാത്രം ഉണ്ടെന്ന് കാണിക്കുന്ന രീതിയിലുള്ളൊരു പെയിൻറ്റിങ്ങാണിത്. ഇതിൻ്റെ മസിൽസുകളൊക്കെ ആ രീതിയിലാണ് ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ആ ഫോഴ്സ് അതിൽ കാണിച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് നാട്ടിലെ ചായക്കടയാണ്, തട്ടുകട എന്നൊക്കെ പറയും. ഇവിടുത്തെ ഫോക്കസ് ചെയ്തിട്ടുള്ളത് മെയിനായിട്ട് ആ ചായ ആറ്റുന്ന ആ ഒരു തീവ്രത തന്നെയാണ്. ചായ ആറ്റുമ്പോൾ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കാണുന്ന ഒരു നാടൻ ഒരു വില്ലേജർ ആയിട്ടുള്ള ഒരാളെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ പിന്നെ ബനിയനൊക്കെ ചിലപ്പോൾ കീറിയ ബനിയനൊക്കെ ആയിരിക്കും നാട്ടിൻപുറത്തൊക്കെ നമ്മൾ കാണുന്നത്. അങ്ങനെയുള്ളൊരു തട്ടുകട ഫീൽ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ചായ ആറ്റുന്ന ആ സംഭവം തന്നെയാണ്. പിന്നെ ഇവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളത്, ഒരു സൈഡ് ഞാൻ കളർ ഫെയ്ഡാക്കി നിർത്തിയിട്ടുണ്ട്, മറ്റു സൈഡും കളർ ഫെയ്ഡാണ്. പക്ഷേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പിന്നെ അബ്സ്ട്രാക്ട് സ്റ്റൈലിലൊക്കെ ഒരു സ്ട്രോക്ക് കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ട് അച്ഛനെ കാത്തിരിക്കുന്ന ഒരു അമ്മയും കുഞ്ഞുമാണ് ഇതിൻ്റെ മെയിൻ സബ്ജക്റ്റ്. അപ്പോൾ ആ ഒരു ചിന്തയിലേക്കാണ് അവരുടെ, അല്ലെങ്കിൽ അത്തരം കാര്യത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുന്ന, അത്രയും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇരിക്കുന്ന ഒരു രംഗമാണ് ഇതിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത്. അത് ഏറെക്കുറെ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ആ ഒരു ഫീല് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ. നിങ്ങൾക്കത് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇവിടെ ഒരു മഴ തോർന്നിട്ടുള്ള ഒരവസ്ഥയാണ്. മഴ കഴിഞ്ഞിട്ട് ഒരാൾ പുറത്തേക്ക് ഇറങ്ങുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഒരു വില്ലേജിലുള്ള നാട്ടിൻപുറത്തൊക്കെ കാണുന്ന ഒരു വ്യക്തി മഴ കഴിഞ്ഞിട്ട് അത് ആസ്വദിക്കാനായിട്ട്, അല്ലെങ്കിൽ റോട്ടിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ മരങ്ങളൊക്കെ മുറിഞ്ഞ് വീട് കിടക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പഴയ കാലത്തെ ആളുകളൊക്കെ ചെയ്തിരുന്നു. നാട്ടിൻപുറത്തെ ഒരു വിശേഷമായിട്ടുള്ള ഒരു ഫീല്, മഴ തോർന്നിട്ടുള്ള ഒരു ഫീല് ഇതാണത്. പിന്നൊന്ന്, ഇത് മഴ പെയ്തിട്ടുള്ള ആ സംഭവം തന്നെയാണ്. എപ്പോഴും മഴയുടെ ബന്ധപ്പെട്ട ചില ചിത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിൽ മഴ പെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ പക്ഷികൾ ആ കമ്പിയുമിരിക്കുന്ന നനഞ്ഞൊട്ടി നിൽക്കുന്നൊരു സംഭവമാണ് ഇതിന് മെയിനായിട്ട്. അന്തരീക്ഷവും അതുപോലെ തന്നെ ഇത് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത് വളരെയധികം വാട്ടർ പേപ്പറിൽ അപ്ലൈ ചെയ്ത ശേഷം വളരെ കൂടുതൽ വാട്ടറാണ് ആ പേപ്പറിൽ കുതിരാൻ മാത്രം ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ബ്രഷ് കൊണ്ട് ഒരു ടച്ച് ചെയ്യുമ്പോൾ ഈ ഫീൽ നമുക്ക് കിട്ടും. ഇതിൻ്റെ തീവ്രത എന്ന് പറയുന്ന കമ്പിക്കാലും പിന്നെ പക്ഷികളുമാണ് ഞാൻ മെയിനായിട്ട് ഇതിൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഇനിയുള്ളത് വെയിലിനെ സംബന്ധിച്ച് ഒരു തീവ്രത എത്രമാത്രം നമുക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. പ്രഭാതത്തിൽ നമുക്ക് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കാണാൻ വെള്ളം കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രഭാതത്തിൻ്റേതായ ആ സൗന്ദര്യം, ആ വെയിലിൻ്റെ ആ തീവ്രത തന്നെയാണ് ഇവിടെ ഞാൻ പ്രധാനമായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളത്. ഇത് വെയിൽ വരുന്നതിൻ്റെ ആ ചൂട് ശരിക്കും നമുക്ക് അത് എത്രമാത്രം തീവ്രതയോട്ടാണ് വെയിലടിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്ന രീതിയിലാണ് പെയിൻറ്റിങ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു പഴയ കാലത്തെ ഒരു കെട്ടിടമാണ്. ഒരു മതിലിൻ്റെ അപ്പുറത്ത് കാണുന്ന ഒരു പഴയ കാലത്ത് നാലുകെട്ട് പോലുള്ള ഒരുപാട് ഒരു വീട് തന്നെ പല വീടായിട്ടുള്ള ചായ്വ് അത് എന്നൊക്കെ പറഞ്ഞിട്ട് ചായ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ വീട് സൈഡിലൊക്കെ കാണും. നമ്മുടെ പഴയ കാലത്ത് നമുക്കിപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇത്തരത്തിലുള്ള വീടുകൾ. അവിടെ പ്രകാശം, വെയിലിൻ്റെ ലൈറ്റും ആ പ്രകാശ തീവ്രത ഇവിടെയും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലായിടത്തും വെയിലിൻ്റെ പ്രകാശം തട്ടാത്ത സ്ഥലങ്ങളും ഡയറക്റ്റ് തട്ടിയ സ്ഥലങ്ങളൊക്കെ വേർതിരിച്ച് കാണിച്ചിട്ടുണ്ട്. ഇവിടെ വെയിലിനെ സംബന്ധിച്ച് തന്നെയാണ് ഇവിടെ എന്നെ മനസ്സിൽ വളരെയധികം തോന്നിപ്പിച്ചിട്ടുള്ള ആ ഒരു ഫീൽ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. വളരെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു മരം, നമ്മുടെ പഴയ കാലത്ത് ഒരു ടാക്സി, അംബാസഡർ ടാക്സിയൊക്കെ ഇന്നിപ്പോൾ കാണാൻ വിഷമമാണ്. അപ്പോൾ ആ കാലത്തുള്ള ആ ടാക്സിയാണ് ഇതിൻ്റെ മെയിൻ ഫോക്കസ്. അതോടൊപ്പം തന്നെ വെയിലിൻ്റെ തീവ്രതയ്ക്ക് അയാൾ അല്പം വിശ്രമിക്കാൻ തണൽ മരം നോക്കി നിൽക്കുന്നൊരു ഭാഗമാണ് ഇതിൽ വരച്ചിട്ടുള്ളത്. ഇവിടെയും വെയിലിൻ്റെ തീവ്രത തന്നെയാണ് മെയിൻ സബ്ജക്റ്റ്. ഇതൊരു ഗ്രാമപ്രദേശത്ത് കൂടെ ഒരു സൈക്കിൾ ഉരുട്ടി കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ്. ഇവിടെ അകലെ കാണുന്ന ഒരു ഫെയ്ഡ് ഫീല് നമുക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. വെയിൽ എത്രമാത്രം ശക്തമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്, അതിനെ ആണ് നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. തൊട്ടടുത്ത് ഇപ്പുറത്ത് മരം നിൽക്കുന്നുണ്ട്. ആ മരത്തിൻ്റെ ആ ഡെപ്ത്ത്
നല്ല നമുക്കൊരു കുളിര് ഉണ്ടാക്കുന്ന ചൂടിൻ്റെ അവസ്ഥയിൽ തന്നെ നമുക്കൊരു ആശ്വാസം കിട്ടുന്ന ഒരു സംഭവമാണ് ആ മരം അവിടെ കാണിച്ചിട്ടുള്ളത്. ആൾ ഗ്രാമപ്രദേശത്തെ ചെമ്മൺപാതയിൽ കൂടെ സൈക്കിൾ ഉരുട്ടി കൊണ്ടുപോവുകയാണ്. പിന്നൊന്നുള്ളത് ഇവിടെയും വെയിലിനെ തന്നെയാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. വെയിലിൻ്റെ ആ തീവ്രത തന്നെയാണ് ഇവിടെ എൻ്റെ മൈൻഡിൽ അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുള്ളത്. പിന്നെ കുടിൽ പോലുള്ള വളരെയധികം ഓല ഈ വൈക്കോലെന്ന് പറയും, അങ്ങനെയുള്ള സംഭവം കൊണ്ടാണ് ആ വീട് പണിതിട്ടുള്ളതും. തട്ടിക്കൂട്ടിയിട്ടുള്ള ചെറിയ ചെറിയ കൊച്ചു വീടുകളാണതൊക്കെ. ഇപ്പുറത്ത് വൈക്കോലിൻ്റെ ഉണ്ട ഇപ്പുറത്തെ സൈഡിൽ കാണാം. പഴയ കാലത്തുള്ള ആളുകൾക്കാണ് അതൊരു പക്ഷേ കണ്ടാൽ തിരിച്ചറിയും. കുറച്ച് വൈക്കോല് മാന്തിയെടുത്ത് വലിച്ചെടുത്തിട്ടുള്ളൊരു ഭാഗം കൂടി ഒരു സൈഡിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ കുറച്ച് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. ഒരു കുളമാണ്, പക്ഷേ ആ കുളത്തിൽ വെള്ളം വറ്റിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ. അങ്ങനൊരു അവസ്ഥയിലുള്ള ഒരു ഭാഗമാണ്. മെയിനായിട്ട് നിഴലും പിടിച്ചാണ് ഇവിടെ. ഇവിടെ പ്രഭാതത്തിൽ ഇവിടെ 2 പേര് അവിടെ ഇരിക്കുന്നുണ്ട്. അവരുടെ ആ ഫീൽ കിട്ടാനാണ് ആ മഞ്ഞ നിറം കൂടുതലായി കൊടുത്തത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.